വളരെ അപ്രതീക്ഷിതമായിട്ടാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായിട്ടുള്ളത്. ഞാൻ ഇന്ന് രാവിലെ മുതൽ ഈ റാങ്ക് ഹോൾഡേഴ്സിൻ്റെ സമരത്തിനോട് കൂടെയായിരുന്നു. ഞങ്ങൾ രാവിലെ മുതലേ ഈ സമരത്തിലുണ്ട്. ഈ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ സന്ധ്യാസമയത്ത് ഈ വാർത്ത പുറത്തു വരുന്നത്. എന്തായാലും മതിയായ സന്തോഷമുണ്ട്. വടകരയെ സംബന്ധിച്ചിടത്തോളം വടകരയിൽ ചർച്ച ചെയ്യാൻ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. വടകരയുള്ള ഇരു സ്ഥാനാർത്ഥികളെക്കുറിച്ചും ഉള്ള കൃത്യമായ ധാരണ വടകരയിലെ വോട്ടർമാർക്കുണ്ട്. എത്ര കരുത്തരെന്ന് പറഞ്ഞാലും എത്ര ടീച്ചറമ്മ എന്ന് പറഞ്ഞാലും ഇവരുടെയൊക്കെ യഥാർത്ഥ മുഖം എന്താണ് എന്ന് വടകരയിലെ വോട്ടർമാർക്ക് കൃത്യമായിട്ടറിയാം. കാരണം കോവിഡ് എന്ന് പറയുന്ന മഹാമാരി ഒരു മനുഷ്യന് ജോലിക്ക് പോകാൻ സാധ്യമാകാതെ ലോകം മുഴുവൻ പരുങ്ങലിലായ സമയത്ത് ആ സമയത്ത് അഴിമതി നടത്തിയ ഒരു മന്ത്രിയാണ്, ആ മന്ത്രിസഭയിലെ പ്രധാന വ്യക്തിയാണ് 1.5 രൂപ വിലയുള്ള മാസ്കിന് 10 രൂപയ്ക്കും 15 രൂപയ്ക്കും വാങ്ങിച്ചു. ആരുടെ പണം കൊണ്ട്? എൻ്റെയും നിങ്ങളുടെയും നികുതി പണം ഉപയോഗിച്ചാണ് ഈ അഴിമതി നടത്തിയത്. 450 രൂപയുടെ PPE കിറ്റ് 1500-ഉം 2000 രൂപയ്ക്കുമാണ് സംസ്ഥാന സർക്കാർ വാങ്ങിച്ചത്. ആർക്കാ നഷ്ടം വന്നത്? ആ കോവിഡ് സമയത്ത് പോലും അഴിമതി നടത്തിയിട്ടുള്ള ഒരു മന്ത്രി. ആ മന്ത്രിയെക്കുറിച്ച് വടകരയിലെ വോട്ടർമാർക്ക് കൃത്യമായ ധാരണയുണ്ട്. പിന്നെ വടകരയിലെ UDFിൻ്റെ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം UDF എന്താണ് വടകരയ്ക്ക് വേണ്ടി ചെയ്തത്? ഇന്നും വികസന മുരടിപ്പിൻ്റെ ബാക്കിപത്രമായി വടകര പാർലമെൻറ്റ് മണ്ഡലം മാറിയിരിക്കുകയാണ്. ഒരു വികസന പദ്ധതികളുമില്ല. വടകരയിൽ എന്ത് വികസനമുണ്ടോ അത് നരേന്ദ്രമോദി കൊടുത്ത വികസനമാണ്. വടകര ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉണ്ടായ കോടിക്കണക്കിന് രൂപയുടെ പുതിയ ബ്ലോക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നു. ആര് കൊടുത്തതാ? നരേന്ദ്രമോദി കൊടുത്തത്. വടകരയുടെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനം ആരാ? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികൾ എന്ന് പറഞ്ഞാൽ വടകരയെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള വികസന പദ്ധതികളല്ലാതെ ഈ MPക്ക് വടകരയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിച്ചിട്ടില്ല. നരേന്ദ്രമോദിയുടെ കേന്ദ്ര പദ്ധതികളുടെ ഗുണഫലങ്ങൾ എത്താത്ത ഒരൊറ്റ വീട് പോലും ഈ വടകരയിലില്ല, കേരളത്തിലില്ല, ഇന്ത്യ മഹാരാജ്യത്തിലില്ല. പ്രധാനമന്ത്രി ആവാസ് യോജനയുടെ വീട് ലഭിച്ച ആയിരക്കണക്കിന് പേരുണ്ട്. പ്രധാനമന്ത്രി ഇൻഷുറൻസ് പരിരക്ഷ അത് കിട്ടിയവരുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടിയവരുണ്ട്. കിസാൻ സമ്മാൻ നിധി കിട്ടിയ 2000 രൂപ വീതം കിസാൻ സമ്മാൻ നിധി കിട്ടുന്ന 10,000-കണക്കിന് പേർ വടകരയിലുണ്ട്. ശൗചാലയങ്ങൾ കിട്ടിയവരുണ്ട്. ജൽജീവൻ മിഷനിലൂടെ കുടിവെള്ളം കിട്ടിയവരുണ്ട്. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിജിയുടെ വികസന നേട്ടങ്ങൾ വലിയ രീതിയിൽ 14 ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവിതത്തിൽ വലിയ പ്രകടനമായിട്ടുള്ള സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ട്. അത് വോട്ടായി മാറും. അതുമാത്രമല്ല ഇവിടുത്തെ ആനുകാലിക രാഷ്ട്രീയ വിഷയങ്ങൾ നോക്കൂ. ഒരു ചെറുപ്പക്കാരനെ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. കോഴിക്കോട് ജില്ലയിലെ തൊട്ടടുത്ത ജില്ലയായ വയനാട്ടിലാണ് ഈ സംഭവം നടന്നിരിക്കുന്നത്. ഞാൻ ഇന്നലെ വയനാട്ടിൽ നിന്നാണ് ഇവിടത്തേക്ക് വരുന്നത്. നോക്കൂ, ഈ സംഭവം നടന്നിട്ട് 3 ദിവസം പച്ചവെള്ളം കൊടുക്കാതെ, ഒരു ഭക്ഷണം കൊടുക്കാതെ, അവൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മാധ്യമങ്ങൾ നിങ്ങൾ കാണിച്ചതല്ലേ. ഒരു വറ്റുണ്ടായിരുന്നില്ല അവൻ്റെ വയറ്റിൽ, ഒരിറ്റ് വെള്ളമുണ്ടായിരുന്നില്ല. ഇതൊക്കെ ചർച്ച ചെയ്യും. ആ പ്രത്യയശാസ്ത്രത്തെ, ആ സിദ്ധാർത്ഥിനെ ഇല്ലാതാക്കിയ ആ കൊലയാളികളുടെ പ്രത്യയശാസ്ത്രത്തെ പ്രതിനിധാനം ചെയ്യുന്ന ആളുകൾക്ക് ഈ നാട്ടിലെ അമ്മമാർ വോട്ട് ചെയ്യോ? ഈ നാട്ടിലെ രക്ഷിതാക്കൾ വോട്ട് ചെയ്യോ? ഇവിടുത്തെ വിദ്യാർത്ഥി സമൂഹം വോട്ട് ചെയ്യോ? ഒരു സഹപാഠിയാണ് ഇങ്ങനെ കൊന്നിരിക്കുന്നത്, കൊല്ലാക്കൊല ചെയ്തിരിക്കുന്നത്, ഓരോ ഇഞ്ചിലും മർദ്ദിച്ച്. അപ്പോൾ ഇതെല്ലാം വടകരയിൽ ചർച്ചയാകും. TP ചന്ദ്രശേഖരൻ വധം വടകരക്കാരോട് മറന്നൊന്നും പോയിട്ടില്ല. 51 വെട്ടുകെട്ടി ഒരു മനുഷ്യനെ ഇത്ര നിഷ്ഠൂരമായി കൊന്നിട്ട് അതേപോലത്തെ കൊലപാതക സിദ്ധാർത്ഥിൻ്റെ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. ഈ കൊലപാതകത്തിൽ മുഴുവൻ നിൽക്കുന്ന പാർട്ടി, മുൻപന്തിയിൽ പേര് വരുന്ന പാർട്ടി ആരാ? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് അപ്രസക്തമായിരിക്കുന്നു. രാഹുൽ ഗാന്ധിക്ക് എവിടെ മത്സരിക്കണമെന്ന് പോലും അറിയില്ല. നോക്കൂ, കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിക്ക് പ്രതിപക്ഷ പദവി പോലും ഇപ്പോഴും ഇല്ല. ഇനി ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി അനിസ്പ്രയുടെ പരസ്യം പോലെ പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്നുള്ള അവസ്ഥയിലേക്ക് കോൺഗ്രസ് എത്തുകയാണ്. ഇവർ ഒരു മുന്നണിയാണ്. ഇവിടുത്തെ LDF ആയാലും UDF ആയാലും വാളയാർ ചുരത്തിനപ്പുറം ഇവരൊന്നാണ്. അതുകൊണ്ട് തോളോട് തോൾ ചേർന്ന് മത്സരിക്കുന്നവർ എന്തിനാണ് കേരളത്തിൽ വേറെ മത്സരിക്കുന്നത് എന്നാണ് കേരളത്തിലെ ജനങ്ങൾ ചോദിക്കുന്നത്. ഇതെല്ലാം തന്നെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ വടകരയിൽ ചർച്ച ചെയ്യും. വടകരയിൽ മികച്ച മുന്നേറ്റം കാഴ്ചവെക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് NDAക്ക് സാധിക്കും എന്നുള്ളത് ഉറപ്പാണ്.